നിതിൻ രാജിന്റെ മരണം ലോൺ ആപ്പ് നടത്തിപ്പുകാർ അറസ്റ്റിൽ. നോയിഡയിൽ നിന്നാണ് 3 പേരെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരാണ് അറസ്റ്റിലായത്. നിതിൻ രാജിനെ സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. फोटो लेना तो ऐसे हटा देता हूँ ना। अब ये पूरा निकल रहे थे। एक फीट डाउन हो गई, डाउन तो हो गया वो, छोड़ा ना लीवर से उतारा हूँ मैं नीचे धीरे धीरे करके. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കഴിഞ്ഞ ദിവസം ഈ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഇതിന് നടത്തിപ്പുകാർ അറസ്റ്റിലായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് ഇപ്പോൾ SIT നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അറസ്റ്റ്, നിർണായക അറസ്റ്റ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലോൺ ആപ്പ് സംഘത്തിൽപ്പെട്ട 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഘത്തിൽ നിന്ന് നിരന്തരം നിതിൻ രാജിന് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേരള മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ചുള്ള ഒരു അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഘാസിയാബാദ് സ്വദേശി ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് ഖേവൽ, ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജെയ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി ക്രൈം പോലീസ് പ്രതികളെ പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാർ നിതിൻ രാജിനെ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി ക്രൈം SI മിഥുൻ SV നേതൃത്വത്തിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. CPOമാരായ K. സുനിൽ, ദിജിൻ രാജ് PK എന്നിവരും ഈ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ അധ്യാപികയായ, അതായത് മിഥുൻ രാജിന്റെ അധ്യാപികയായ ലത നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ലത സൈബർ പോലീസിന് നേരത്തെ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നോയിഡയിലെത്തി ഈ സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. ഈ തട്ടിപ്പ് സംഘം എന്ന് മനസ്സിലാക്കിയ പോലീസ്, അതായത് ഈ ലോൺ ആപ്പ് 15,000 രൂപയാണ് നിതിൻ രാജന് ഈ സംഘം ലോണായി നൽകിയിരുന്നത്. ഇതിന്റെ പലിശ 36%. അതായത് അമിത പലിശ ഈടാക്കിക്കൊണ്ടാണ് ഈ 15,000 രൂപ നിതിൻ രാജന് നൽകിയത്. അമ്മയുടെ ചികിത്സക്ക് ഒക്കെ വേണ്ടിയാണ് ഈ പണം കടമെടുത്തത് എന്നാണ് കുടുംബം പറയുന്നത്. അക്കാര്യം കുടുംബത്തിനും അറിയാമായിരുന്നു. പക്ഷേ അത് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഈ സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ റെഫറൻസ് നമ്പറായി നൽകിയിരുന്നത് ഈ അധ്യാപികയായ ലതയുടെ നമ്പറായിരുന്നു. അങ്ങനെയാണ് ഈ ലതക്കും നിരന്തരം ഫോൺ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നിരന്തരം ഭീഷണി ഉയർന്നതോടുകൂടിയാണ് ലത പരാതിയുമായി പ്രിൻസിപ്പലിന്റെ അടുത്ത് എത്തിയത്. പിന്നീട് ഈ സൈബർ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയായിരുന്നു. ഈ പണം അടച്ചില്ലെങ്കിൽ നിരന്തരം ശല്യം തുടരും എന്ന് ഈ സംഘം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്താലും മറ്റൊരു നമ്പറിൽ നിന്നും ഫോൺ എത്തുന്ന ഒരു സാഹചര്യമാണ് അധ്യാപികയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ അധ്യാപികയ്ക്കും ഉണ്ടായി എന്നാണ് പോലീസ് അന്വേഷണത്തിലും വ്യക്തമായിട്ടുള്ളത്. ഈ പ്രതികൾ കോൺടാക്ട് ചെയ്ത നമ്പറുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. സജീവമായ ഒരു നമ്പർ കിട്ടിയപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് ഈ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. അങ്ങനെയാണ് ഈ പ്രതികൾ നോയിഡയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. വലിയ നഗരമായതിനാൽ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം സൃഷ്ടിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണം, അതായത് സൈബർ പോലീസിന്റെയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു ശാസ്ത്രീയമായ അന്വേഷണം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതികൾ നിയന്ത്രിച്ചിരുന്ന ഈ സ്ഥാപനം കണ്ടെത്തുന്നത്.
നിരത്തുന്നത് ഒരു IT പാർക്കിന് സമാനമായ ഒരു സ്ഥാപനമാണ് നോയിഡയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 40ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു. അതായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട്, ലോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളെ വിളിക്കുന്നതിനും മറ്റുമായി 40ഓളം പേർ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ലോൺ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും പണം തിരിച്ചടക്കുന്നതിനായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ നോയിഡയിലെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി. അങ്ങനെയാണ് അവിടെ ഒരു റെയ്ഡ് നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. നോയിഡ പോലീസിന്റെ സഹായവും കേരള പോലീസ് തേടിയിരുന്നു. അവരുടെ ഒരു സഹായം ലഭിക്കുകയും ചെയ്തു. ഈ പ്രതികൾ ആളുകളെ വിളിക്കാൻ ഫോണിന് പകരം സിം ബോക്സുകളാണ് ഉപയോഗിച്ചത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് നിരവധി സിം കാർഡുകൾ ഈ അന്വേഷണ സംഘ ഈ പ്രതികളിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. ഒരേ സമയം 30 സിം കാർഡുകൾ വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ബോക്സുകളാണ് ഈ സംഘം ഉപയോഗിച്ചത്. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താലും അടുത്ത നമ്പറിൽ നിന്നും കോളുകൾ വരുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയ തട്ടിപ്പ് സംഘത്തെ കൂടി ഈ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു വലിയ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു വലിയ തട്ടിപ്പ് സംഘത്തെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു പോലീസിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല. മറിച്ച് ഈ ഭീഷണി, നിരന്തരമുണ്ടായ ഒരു ഭീഷണി, ആ ഭീഷണിയുടെ പശ്ചാത്തലം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് പ്രത്യേകമായി അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏത് രീതിയിൽ പ്രതികൾക്കെതിരെ മറ്റ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തണം എന്ന കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതിന്റെ പിന്നിൽ തന്നെയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ആ അന്വേഷണ സംഘം കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെ, ഇത് പ്രത്യേകമായും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ഇത്തരത്തിൽ, അതായത് മാനസികമായ വലിയ പീഡനം നിതിൻ രാജ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ വലിയ പീഡനം എന്നതിന് അപ്പുറത്തേക്ക് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. നമ്മൾ ഇന്നലെ ഒരു CCTV ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ആ CCTV ദൃശ്യം എന്ന് പറയുന്നത് നിതിൻ രാജ് മരിക്കുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് പ്രിൻസിപ്പളിന്റെ മുറിയിൽ ഈ നിതിൻ രാജ് എത്തിയതും സംസാരിക്കുന്നതും ഒക്കെയാണ്. ഈ സംസാരത്തിലും പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രിൻസിപ്പൽ വിനോദ് മോനിയാണ് സംസാരിക്കുന്നത് ആ ദൃശ്യത്തിൽ. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരാതി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നതാണ് ആ CCTV ദൃശ്യങ്ങൾ. അതിൽ പ്രിൻസിപ്പൽ വളരെ വ്യക്തമായി തന്നെ ഈ ലോൺ ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക്, അതായത് നിതിൻ രാജിനോട് പ്രിൻസിപ്പൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു CCTV ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ഒറ്റ കാര്യം ചോദിച്ചാൽ മാത്രം നിന്റെ അച്ഛന്റെ അമ്മയുടെ കേസ് നമ്മളല്ലേ ഉള്ളത്. അപ്പൊ റഫറൻസ് ഒരു പൈസ ഒരു അവിടെ 20,000 വേണം. നിന്റെ അച്ഛന് അറിയണമല്ലേ കഥയിലാണ് ആരും വിളിക്കുന്നത്. അപ്പൊ പിന്നെ അച്ഛൻ കൃഷ്ണേന്ദു, ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യം എന്ന് പറയുന്നത് വിനോദ് മോനി പ്രിൻസിപ്പൽ ഈ നിതിൻ രാജുമായി സംസാരിക്കുന്നതാണ്. അതായത് 9-ാം തീയതി നിരന്തരം ഈ ഫോൺ ആപ്പ് സംഘം ഈ നിതിൻ രാജിനെ വിളിച്ച് ശല്യം ചെയ്തിരുന്നു. ഈ അധ്യാപികയെ വിളിച്ചിരുന്നു. അതിനുശേഷം 10-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 10-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് ശേഷമാണ് നിതിൻ രാജ് ഈ പ്രിൻസിപ്പലിന്റെ ക്യാബിനിലേക്ക് വരുന്നത്. ആ ക്യാബിനിലേക്ക് എത്തിയതിന് ശേഷം നിതിൻ രാജിനോട് ഈ ഫോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രിൻസിപ്പൽ വിനോദ് മോനി സംസാരിക്കുന്നത്. അതായത് വിനോദ് മോനി പറയുന്നത് ഈ അധ്യാപിക ലത എന്ന അധ്യാപികക്ക് നിരന്തരം ഭീഷണി വരികയാണ് ഈ ഫോൺ ആപ്പ് സംഘത്തിൽ നിന്ന്. അവർക്ക് ഫോൺ നമ്പർ നൽകിയത് നിതിൻ രാജാണ്. അപ്പോൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിൻസിപ്പൽ നിതിൻ രാജിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അധ്യാപികയായ ലത ഈ നിതിൻ രാജുമായി ഏറെ സൗഹൃദം പുലർത്തിയ, അല്ലെങ്കിൽ നിതിൻ രാജ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു അധ്യാപികയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ് ലത. അപ്പോൾ ആ ലത
ടീച്ചർക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടായതും നിതിൻ രാജിന് വലിയ പ്രയാസം ഉണ്ടാക്കി എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ HOD ആയ ഡോക്ടർ MK റാമിന്റെ ഒരു വലിയ രീതിയിലുള്ള ഹാരാസ്മെന്റ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നേരത്തെ പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്, അതായത് ശബ്ദ സന്ദേശമുണ്ട് നിതിൻ രാജിന്റെ. ആ ശബ്ദ സന്ദേശത്തിൽ ഇത്തരം പീഡനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ നിതിൻ രാജ് പറയുന്നുണ്ട്. അത് ഈ സംഭവം നടക്കുന്നതിന് ഒരു മാസം മുമ്പുള്ള സംഭവമാണ്. ഈ 20 ദിവസത്തിന് കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ ഈ ഡോക്ടർ MK റാമും ഈ നിതിനും തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച മറ്റൊരു നിർണായകമായ വിവരം. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എന്തായാലും ഒരു ഹരാസ്മെന്റ് ഉണ്ടായി, വലിയ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് നിതിൻ രാജിനെ വേദനപ്പെടുത്തി, മാനസികമായി പ്രയാസപ്പെടുത്തി ഈ അധ്യാപകൻ ഡോക്ടർ MK റാം എന്ന കാര്യത്തിൽ പോലീസിന് സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. എന്തായാലും ഡോക്ടർ MK റാം ഇപ്പോൾ ഒളിവിലാണ്, ഡോക്ടർ സംഗീത നമ്പ്യാരും ഒളിവിലാണ്. ഈ രണ്ടു പേർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ഒരു നീക്കം ഈ പ്രതികളും നടത്തുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ MK റാം ഈ അപേക്ഷയിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് താൻ എന്നാണ് ഈ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ MK റാം വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായ താൻ എങ്ങനെയാണ് ഒരു ജാതി അധിക്ഷേപം നടത്തുക എന്ന ഒരു ചോദ്യമാണ് ഈ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ MK റാം പ്രധാനമായും ചോദിച്ചിട്ടുള്ള കാര്യം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അഡ്വക്കേറ്റ് കിഷോർ മുഖേനയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കുക, അതോടൊപ്പം തന്നെ നിരവധി മൊഴികൾ എടുക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ മൊഴിയെടുപ്പിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഡോക്ടർ MK റാമിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു അന്വേഷണം വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആ അന്വേഷണം തുടരും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു തരത്തിലും പ്രതികൾ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം, ഏതെങ്കിലും തരത്തിൽ ജാതി അധിക്ഷേപം മാത്രം വെച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പ്രതികൾ രക്ഷപ്പെടുന്നതിന് കാരണമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണി ലെൻഡേഴ്സ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പോലീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെയാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, പണക്കൊഴുപ്പിന്റെ കരുത്തിൽ അവിടെ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ പുറത്തുവിട്ട ഈ ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്. ആ ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം, ആ കോളേജിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർത്തും നിയമവിരുദ്ധമായാണ് ആ ഡെന്റൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഒക്കെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഒരു സംശയവുമില്ല. അപ്പോൾ ആ കോളേജിന്റെ പ്രവർത്തനം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ വരെ സംശയം ഉയർന്നിരിക്കുകയാണ്. ആ രീതിയിലാണ് അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതികളെ ഒക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. കൃഷ്ണേന്ദു.